ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ ഹിന്ദു ജനസംഖ്യ 2051 50% താഴെയാവും. ഈ ഒരു സാധ്യതകളാണ് ബോംബെയിലെ ഒരു പഠന ഗവേഷണ കേന്ദ്രം നൽകിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും എടുത്തു പറഞ്ഞത് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജനസംഖ്യ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, ഇപ്പം അത് ത്രിപുരയിലാണെങ്കിലും അസമിലാണെങ്കിലും പശ്ചിമ ബംഗാളിലാണെങ്കിലും ഒക്കെ തന്നെ നുഴഞ്ഞുകയറ്റം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരായ ചില നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ബോംബെ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈക്കകത്ത് ബംഗ്ലാദേശി, മ്യാൻമർ മുസ്ലിങ്ങൾ വ്യാപകമായി കടന്നു കയറി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തന്നെ മുംബൈ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസി എന്ന പഠന ഗവേഷണ കേന്ദ്രം നടത്തിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്.